ഇപ്പം ആസാമിൽ ബീഫ് നിരോധിച്ചു. അപ്പോൾ ഇനി ആസാമുകാർക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ലായിരിക്കും അല്ലേ? ആസാമിൽ നേരത്തെ മദ്രസ നിരോധിച്ചായിരുന്നു. അതെ, അതിൻ്റെ തുടർച്ചയാണ് ഇത്. ആസാമിലെ മുഖ്യമന്ത്രിയുടെ പേര് ഹിമന്ത ബിശ്വ ശർമ്മ എന്നാണ്. ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ചെയ്തിരിക്കും. ഒരു തവണ ചൊന്നാൽ എന്ത് 100 തവണ സ്വന്തമാതിരി എന്നൊക്കെ പറയുന്ന പോലെയാണ്. പക്ഷേ ഇവിടെ പെട്ടിരിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിന് 8ൻ്റെ പണിയാണ്. ആസാമിൽ പൊതു ഇടങ്ങളിൽ ബീഫ് നിരോധിച്ചു. ഹോട്ടലിൽ വിളമ്പാൻ പാടില്ല, റെസ്റ്റോറൻറ്റിൽ വിളമ്പാൻ പാടില്ല. പൊതുചടങ്ങുകളില്ലേ, വീട്ടിൽ കല്യാണം, പാർട്ടി, ബീഫ് നിരോധിക്കാം. അങ്ങനെ അതും പറ്റില്ല, അതും നിരോധിച്ചു. അത് നിരോധിക്കാൻ കാരണം അവിടുത്തെ ആസാമിലെ പ്രത്യേക ഒരു സാഹചര്യം പറയാം. ഒരു സംഭവം ഉണ്ടായി. സാമഗുരി എന്ന് പറയുന്ന ഒരു മണ്ഡലം നിയമസഭാ ഇലക്ഷനിൽ BJP ജയിച്ചു. മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാണ്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ഥാനാർത്ഥി അവിടെ ആളുകൾക്കൊരു ഫീസ്റ്റ് നടത്തി, സദ്യ നടത്തി. സദ്യക്കകത്ത് മാംസാഹാരമൊക്കെ കൊടുത്തു. മുസ്ലിം ഏരിയയല്ലേ, അവിടെ ജയിച്ചു. ഉടനെ കോൺഗ്രസിൻ്റെ MP റഖിബുൾ ഹുസൈൻ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ MPയും PCC പ്രസിഡന്റ് ഭൂപൻ ബോറയും വലിയ വിമർശനമായിട്ട് വന്നു. അങ്ങനെ നിങ്ങളവിടെ ബീഫ് വിളമ്പിയില്ലേ, വിളമ്പാൻ പാടില്ലായിരുന്നു, അത് മുസ്ലിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി നിങ്ങൾ ബീഫ് വിളമ്പിയതാണ്. പക്ഷേ ഹിമന്ത പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് പരാതി ഉണ്ടല്ലേ ബീഫ് വിളമ്പിയത്, ഞങ്ങളുടെ MLA അവിടെ ബീഫ് വിളമ്പി, നിങ്ങൾക്ക് പരാതി ഉണ്ടെന്ന് മനസ്സിലായാലും ഒരു കാര്യം ചെയ്യും, പരാതി ഇങ്ങ് എഴുതി തന്നേര്, ഞാൻ ബീഫ് അങ്ങ് നിരോധിച്ചേക്കാം എന്ന് പറഞ്ഞു. ഇവർ പരാതിയൊന്നും എഴുതി കൊടുത്തില്ല. എന്നിട്ടും BJP എന്ന് പറഞ്ഞാൽ ഹിമന്ത ബിശ്വ ശർമ്മ ഭയങ്കര വർഗീയവാദിയാണ്, മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി ബീഫ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് പിന്നെയും പ്രസംഗിക്കാൻ തുടങ്ങി. ഹിമന്ത എന്ത് ചെയ്തു? ഹിമന്ത കഴിഞ്ഞ ദിവസം ഇന്നലെ കൂടിയ മന്ത്രിസഭാ യോഗത്തിൽ ആസാം കാറ്റിൽ പ്രിസർവേഷൻ ആക്ട് 2021, ആസാമിലെ കന്നുകാലികളെ സംരക്ഷിക്കാൻ വേണ്ടി 2021 കൊണ്ടുവന്ന നിയമപ്രകാരം സംസ്ഥാനത്തൊട്ടാകെ ബീഫിന് ഉപയോഗിക്കണമെന്ന് നിരോധിച്ചു. എന്നിട്ട് പറഞ്ഞു എതിർപ്പുണ്ടെങ്കിൽ കോൺഗ്രസ് പറ എന്ന് പറഞ്ഞു. കോൺഗ്രസിന് മിണ്ടാൻ വയ്യ, എതിർക്കൊന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയുമ്പോൾ ഇവരാവശ്യപ്പെട്ടിട്ടാണ്. നിങ്ങൾ ബീഫ് വിളമ്പുന്നു, അയ്യോ കണ്ടില്ലേ ബീഫ് വിളമ്പുന്നേ എന്ന് പറഞ്ഞ ആസാമിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനും അവിടുത്തെ മുസ്ലിം MP റഖിബുൾ ഹുസൈനും കൂടെ ബഹളം വെച്ച് ആസാമിലെ മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ബീഫ് തിന്നാനുള്ള അവകാശം ഇല്ലാതാക്കി. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഇടപെട്ടിട്ട് ബീഫ് നിരോധിക്കണമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയും, ആവശ്യപ്പെട്ടു പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കും അവന്മാർ ഓടി കിടന്ന് BJP ബീഫ് കൊടുക്കുന്നു, BJP ബീഫ് വാങ്ങുന്ന പിന്നെ പണ്ടാരൊക്കെ നിരോധിച്ചേക്കുന്ന വിഷയം. ഇതാണ് പണി, 8ൻ്റെ പണി എന്ന് പറയും. അപ്പോൾ ഹിമന്ത ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഹിമന്ത ഇങ്ങനെ ചെയ്യും. കാരണം ഇന്ത്യയിൽ നമ്മൾ പറയും യോഗി കരുത്തനായ മുഖ്യമന്ത്രിയാണ്, എന്തും ചെയ്യും. പക്ഷെ ചിലപ്പോൾ തോന്നും യോഗി ഒരു 5-6 സ്റ്റെപ്പ് പുറകിലാണ് ഹിമന്തയുടെ പിന്നിൽ തോന്നും അല്ലേ. വളരെ പെട്ടെന്നാണ് ആലോചിക്കാൻ സമയം കൊടുക്കില്ല. അതിന് മുമ്പ് അടി കൊടുത്താൽ അടി എന്ന് പറഞ്ഞാൽ അടി കിട്ടി താഴെ വീഴുമ്പോഴേ അടി കിട്ടിയെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറഞ്ഞാൽ അവിടെ ഈ നിരോധനത്തിൻ്റെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ, വൈഷ്ണവ സത്രങ്ങൾ നമുക്ക് പരിചയമില്ല, അവിടെയൊക്കെ ഉണ്ട്, ആശ്രമം എന്ന് വേണേൽ പറയാം, സത്രമൊക്കെ ഉള്ളതിൻ്റെ 5 കിലോമീറ്റർ പരിധിയിൽ ബീഫ് വിൽക്കാനും വാങ്ങാനും പാടില്ല. അതുകൂടാതെ ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ ഇവർ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലങ്ങളുടെ പ്രദേശത്തും ബീഫ് വിൽക്കാനും വാങ്ങാനും പാടില്ല. അപ്പം ഫലത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ബീഫ് സമ്പൂർണ്ണമായി നിരോധിച്ചതിന് തുല്യമാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അവിടെ ഒരു നിയമസഭാ മണ്ഡലം സാമുഗുരിയിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചു, മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാണ്. അദ്ദേഹം ഒരു പാർട്ടി നടത്തി, അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രവർത്തനത്തിൽ സഹകരിച്ച ആളുകൾക്കും ഏജന്റുമാർക്കും വേണ്ടി സ്വാഭാവികവും ജയിച്ചു കഴിയുമ്പോൾ നടത്തും. അതിനകത്ത് ഭക്ഷണം വിളമ്പി അവിടെ പങ്കെടുത്ത മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്, പ്രദേശമാണ്. അവിടെ വന്നവരെല്ലാം ഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരുന്നു. അവർക്ക് ബീഫും കൂട്ടി ഭക്ഷണം കൊടുത്തു. ഇത് വിവാദമാക്കുന്നതിനാണ്, അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതായത് BJP MLA ബീഫ് വിളമ്പി എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾക്കിടയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി BJPക്കെതിരെ തിരിക്കാൻ നോക്കിയതാണ്. അന്നൊരു കാര്യം ചെയ്യും, മൊത്തം നിരോധിച്ചേക്കാന്ന് സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മൾ രാഷ്ട്രീയമായ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കുത്തിരിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് പണി കിട്ടും എന്ന് ആസാമിൽ ഹിമന്ത തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിയമത്തിൽ ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ആസാം കാറ്റിൽ പ്രിസർവേഷൻ ആക്ട് 2021 എന്ന് പറയുന്ന നിയമത്തിൽ പൊതുസ്ഥലങ്ങളിൽ ഇത് എന്താണ് ഹോട്ടലിലും ഒക്കെ ആയിട്ട് മാത്രമായിട്ട് നിരോധിക്കാൻ പറ്റില്ല, അതിന് തടസ്സമുണ്ട്. അതുകൊണ്ടാണ്
ഇപ്പം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു അങ്ങനെ ഹോട്ടലിൽ വിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ വിൽക്കാൻ പാടില്ല എന്ന് മാത്രമായിട്ട് നിയമം കൊണ്ടുവരാനായിട്ട് ഈ നിയമപ്രകാരം പറ്റത്തില്ല. അപ്പോൾ കന്നുകാലികളെ സംരക്ഷിക്കണം. അതുകൊണ്ട് ഹോട്ടലിൽ മാംസം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അത് നിയമപ്രകാരം നിൽക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അതുകൊണ്ട് കന്നുകാലിയെ കൊല്ലാൻ പാടില്ല എന്നുള്ള ഉത്തരവാണെങ്കിൽ കന്നുകാലി സംരക്ഷണ നിയമത്തിൻ്റെ പരിധി വരും. അതുകൊണ്ടാണ് മൊത്തത്തിൽ സ്റ്റേറ്റ് വൈഡ് നിരോധിച്ചത്. വേണമെങ്കിൽ ഇനി മാംസം കഴിക്കുന്ന ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ ഹോട്ടലുകളിലൊക്കെ ഇത് പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ നിയമത്തിലൊരു ഭേദഗതി വരുത്തുന്ന കാര്യം പിന്നീട് ആലോചിക്കാം. നിരോധനം പിൻവലിക്കാനല്ല, പക്ഷേ അപ്പോഴും അത് കോൺഗ്രസ് ആവശ്യപ്പെട്ടതല്ലേ ചെയ്യത്തുള്ളൂ. കാരണം കോൺഗ്രസ് പറഞ്ഞിട്ടാണ് ബീഫ് നിരോധിച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ ഞാൻ നോക്കുമ്പോൾ ഇന്ന് നമ്മളിപ്പോൾ 24 ആണ് വെച്ചിരിക്കുന്നത് അല്ലേ? TV 24 ഈ വാർത്ത വന്നിട്ടില്ല. ഇല്ല, ഒരു ചാനലിലും വന്നിട്ടില്ല. മനോരമ ചർച്ച ചെയ്യുന്നില്ല. ഏഷ്യാനെറ്റ് ചർച്ച രാവിലെ തുടങ്ങേണ്ടതാണ്. ആസാമിൽ ബീഫ് നിരോധിച്ചു. എന്താ ചർച്ച ചെയ്യാത്തത്? ഇത് കോൺഗ്രസ് പെടലാണ് പെട്ടത്. അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ BJP നിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ ചർച്ച. കാരണം BJPക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം BJP ഒരു കാലത്തും ബീഫ് നിരോധനം ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടോ ഇല്ല, കൊണ്ടുവന്നിട്ടില്ല. കാരണം ബീഫല്ല, ഗോമാംസം കഴിക്കരുതെന്ന് ഹിന്ദുക്കൾ കരുതുന്നു. ഗോവധം നിരോധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗോവധം നിരോധിച്ചതാരാണെന്നറിയോ? കോൺഗ്രസ് സർക്കാരാണ്. ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയുടെ ഒരു കാലത്തെ ചിഹ്നം എന്തായിരുന്നു? പശുവും കിടാവുമായിരുന്നു. ഓർക്കുന്നുണ്ടോ? പശുവും കിടാവുമായിരുന്നു കോൺഗ്രസിൻ്റെ ആദ്യകാല ചിഹ്നം. അപ്പം അത് വൈകാരികമായി പശുക്കളെ ദേവതാ സ്ഥാനത്ത് കരുതുന്ന ആളുകളാണ്, അമ്മയായി കരുതുന്നവരാണ് ഹൈന്ദവർ. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ പശുക്കളെ ഒരു വഴിയെ പോകുന്നൊരു പശുവിനെ ഞാൻ രാജസ്ഥാനിലൊക്കെ കണ്ടിട്ടുണ്ട്. വഴിയെ പോകുന്ന പശു ഇങ്ങനെ വരും, നേരെ വന്ന് കടകളിലൊക്കെ തൂക്കിയിട്ട് പഴക്കൊലയൊക്കെ അടിച്ചു തിന്നും. ഒന്നും ചെയ്യില്ല, അത് നിന്നിട്ടങ്ങ് പോകും. ഞാൻ ജോധ്പൂരിലൊക്കെ കണ്ടിട്ടുണ്ട്. ജോധ്പൂരിലെ കടകളിലൊക്കെ വഴിതികളെ ഇങ്ങനെ പശുക്കൾ നടക്കുകയാണ്, അഴിച്ചു വിട്ടിരിക്കുകയാണ്. അവർ പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരും. കടക്കാർ ഭക്ഷണം കൊടുക്കും. ഇല്ലെങ്കിൽ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, ഒരു കടയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ പഴക്കൊല തൂങ്ങി കിടക്കുന്നു. പശു വന്ന് കടിച്ച് തിന്നുകയാണ്. അതൊന്നും ചെയ്യില്ല, അടിച്ചൊഴിക്കുക. നമ്മുടെ എവിടെയാണെങ്കിൽ അപ്പോൾ അതിനെ കൊല്ലും. അപ്പോൾ ഇത് അവരുടെ ഒരു വൈകാരികമായ കാര്യമാണ്. അത് അമ്മയായിട്ട് കിടന്ന് പശുവിൻ്റെ ഗർഭത്തിൽ നിന്ന് മനുഷ്യനുണ്ടായതുകൊണ്ടല്ല. കാരണം നമ്മൾ ഇന്ത്യ ഒരു കാർഷിക രാജ്യമല്ലേ? കാർഷിക രാജ്യമായതുകൊണ്ട് കൃഷിക്ക് വേണ്ടിയിട്ടാണ്. കൃഷിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം. ജീവസന്ധാരണ മാർഗ്ഗം കൃഷിയായിരുന്നു. കൃഷിക്ക് വേണ്ടി നമ്മൾ കാളകളെ ഉപയോഗിക്കും, പോത്തുകളെ ഉപയോഗിക്കും അല്ലേ? നിലം ഉഴുന്നത് മുതലുള്ള കാര്യം, പിന്നീട് ഭക്ഷണം, പിന്നെ അതൊരു ഘടകമാണ്. നമ്മൾ കന്നുകാലികളെ പ്രധാനമായും കാർഷിക വൃത്തിക്ക് വേണ്ടിയിട്ട്, ഗതാഗതത്തിന് വേണ്ടി കാളവണ്ടികളിൽ പോകുമായിരുന്നു. അങ്ങനെ ഇന്ത്യക്കാരൻ്റെ കാർഷിക ജീവിതത്തിലെ അവിഭാജ്യ ഘടകമായിരുന്നു കൃഷി. ചക്കിലാട്ടുന്ന ചക്കിലാട്ടൻ, അതിനും പശു അല്ലെങ്കിൽ കാള അല്ലെങ്കിൽ പോത്ത് വേണം. കാളയാണ് പ്രധാനമായിട്ടും. അപ്പം നമ്മുടെ അന്നത്തെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ഈ കാറ്റിൽ എന്ന് പറയുന്നത്, കന്നുകാലികൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വരുമാനം, ജീവസന്ധാരണം അതിനെ ആശ്രയിച്ചായിരുന്നു. പിന്നെ അതുകൂടാതെ പിന്നീട് പാല് ഒരു സമ്പൂർണ്ണ കാളയൊക്കെ എണ്ണയാട്ടുമ്പോൾ പശുവിനെ വളർത്തി പാല് കിട്ടും. അപ്പോൾ ഒരു സമ്പൂർണ്ണ ആഹാരമാണ് പാലെന്ന് പറയാറുണ്ട്. എല്ലാവരും പാല് കഴിക്കുന്നു. അപ്പോൾ അമ്മയായിരുന്നു നമുക്ക്, സ്വന്തം അമ്മയിൽ നിന്ന് നമുക്ക് ചെറുപ്പകാലത്ത് പാല് കിട്ടുന്നു. പിന്നീട് നമ്മൾ പാല് കുടിക്കുന്നത് പശുവിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പശുവിനെ മാതൃതുല്യമായി കാണുന്നു. ഇതൊക്കെ ചില ആൾക്ക് മനസ്സിലാവത്തില്ല. എല്ലാത്തിനെയും കൊല്ലുക എന്നുള്ളതാണ് എൻ്റെ അവസാന ലക്ഷ്യം എന്ന് കരുതുന്നവർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഗുരുക്കന്മാരെ കാണുമ്പോഴത്തേക്ക് കാല് തൊട്ട് ചിലർ കാല് തൊട്ട് തൊടുന്നു. അതൊരു കൾച്ചറാണേ. നമ്മൾ ഈ നിലവിളക്ക് കൊളുത്തത്തില്ലേ? നിലവിളക്ക് കൊളുത്തതിനെ കുറിച്ച് ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ വൈകുന്നേരം എന്തിനാണ് സന്ധ്യാദീപം കൊളുത്തുന്നത്? അപ്പോൾ ഒരു വ്യത്യസ്തമായൊരു വേർഷൻ കേട്ടു. പകൽ മുഴുവൻ നമുക്ക് സൂര്യൻ വെളിച്ചം തരുന്നു. ആ വെളിച്ചത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ തിരിച്ചു കൊടുക്കുന്നു സൂര്യന്. അങ്ങനെ നമ്മൾ വിളക്ക് കൊടുത്തിട്ടാണോ സൂര്യന് വെളിച്ചം കിട്ടുന്നത്? അല്ല, പക്ഷെ ഒരു സങ്കല്പമാണ്. നമുക്ക് പകൽ മുഴുവൻ നമുക്ക് വെളിച്ചം തന്നു. വെളിച്ചം തന്നാൽ ഇരുളിലേക്ക് പോയി. അങ്ങേക്ക് ഞങ്ങൾ ഇത്തിരി വെളിച്ചം തിരിച്ചു വരുന്നു. ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡാണ് അല്ലേ? നമ്മുടെ ഒരു മനോഭാവമാണ്, ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ കഴിഞ്ഞ ദിവസം ജനിതൊരാളുടെ പറഞ്ഞപ്പോൾ എന്നോട് ആൾ ചോദിച്ചു, പിന്നെ നിങ്ങൾ വിളക്ക് കൊടുത്തില്ലേ സൂര്യന് വെട്ടം കിട്ടത്തില്ല? അല്ല, കിട്ടത്തില്ലെന്ന് നമുക്കും അറിയാം. പക്ഷെ ഒരു നന്ദി പ്രകടനമാണ്. മരം മുറിക്കും മുമ്പ് മരത്തിനോട് അനുവാദം ചോദിക്കുമായിരുന്നു, ഒരു പൂജ നടത്തുമായിരുന്നു. അവിടുത്തെ പക്ഷിമൃഗ ആ മരത്തെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന പക്ഷികളോട് ക്ഷമയാചിക്കുമായിരുന്നു. ഇതൊക്കെ ഒരു കൾച്ചറാണ്. ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാരൻ്റെ മാത്രമായ ഒരു സംസ്കാരമാണ്. ഇന്ത്യക്കാരൻ്റെ മാത്രമാണ്, ലോകത്ത് ഒരിടത്തുമില്ല. ഇതിനെ പുച്ഛിക്കുക എന്ന് പറഞ്ഞാൽ ഒരു താങ്ക്ലെസ് ആയിട്ടുള്ള ജീവിതമുള്ള ആളുകൾക്ക് പുച്ഛിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പശുവിനെ നമ്മൾ മാതൃസ്ഥാനത്ത് കാണുമ്പോഴത്തേക്ക്, പണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യൻ, എനിക്ക് അങ്ങനെ പറയാനേ തോന്നുള്ളൂ, ചോദിച്ചു പശു അമ്മയാണെങ്കിൽ കാള അച്ഛനാണെന്ന്. കാളയുടെ മക്കൾക്കേ അങ്ങനെ തോന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ച ആ മനുഷ്യൻ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമല്ലോ. ഏതായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല.
അത് ആളുകൾക്കെല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ നിന്ദിക്കുന്ന കുറേ ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഏതായാലും ആസാമിൽ ബീഫ് നിരോധനം വന്നു. ബീഫ് നിരോധനം കൊണ്ടുവന്നു BJP സർക്കാരാണ്, BJPയുടെ മുഖ്യമന്ത്രിയാണ്. അത് പ്രേരിപ്പിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടി ആയത് കാരണം ചർച്ചയുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.